ഹലോ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് നമ്മുടെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കിച്ചണില് ഇന്ന് അടിപൊളി ചിക്കൻ എന്താണ് ചിക്കൻ ചിക്കൻ കുറുമ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ നമ്മുടേതായ സ്റ്റൈലില് ചെറിയ രീതിക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്താന്ന് വെച്ചാല് ഒരുപാട് പേര് പറയുന്നു നിങ്ങൾ എന്താ പണ്ടത്തെ പോലെ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്ത എന്നൊക്കെ പറഞ്ഞിട്ടേ. എന്നാ പിന്നെ ഇന്നത് ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അതിലോട്ട് പോവാ. എന്നാ ചിക്കൻ റോസ്റ്റിലോട്ട് ബൈ. അപ്പൊ ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം. ആ, നമ്മള് കുക്കറാണ് വെച്ചിരിക്കുന്നത്. കുക്കറിലാണ് ഇല്ലമ്മ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതൊരു തൃശ്ശൂർ സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റ് ആണ്. ഉമ്മയുടെ സ്പെഷ്യലാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാം. ഉമ്മ വീഡിയോയിൽ വരുന്നില്ല. എന്താന്ന് വെച്ചാല് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉമ്മ വരുന്നില്ല. അപ്പൊ നോർമലി ഞാനും അപ്പൊ ഞാനും ചിക്കനും കറിയും മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാരും സഹകരിക്കാൻ അഡ്ജസ്റ്റ് ആക്കുക. എണ്ണ ആവശ്യത്തിന് എണ്ണ, കുറച്ചൊരു 1/2 സ്പൂണ് ഉലുവ ഇടണം. എണ്ണ നല്ല ചൂടായി വന്നപ്പോൾ നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിലത്തെ ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഈ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാൻ തോന്നണം. പുതുതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റിൽ പറയുക. 2 ഏലക്ക ഇടുന്നുണ്ട്. 2 ഏലക്ക, 2 കഷ്ണം പട്ട, ഗ്രാമ്പ് 2 കഷ്ണം, 2-3 കറിയാമ്പൂ, ഒരു പൂ ഉണ്ടാ. ഇത്രയും സാധനം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു പൂ, കറിയാമ്പൂ, പട്ട, ഏലക്ക, ഉലുവ. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇടുന്നുണ്ട്. ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ ഇങ്ങനെ എന്താ ഉടയാൻ വേണ്ടിട്ട് പെട്ടെന്ന് ആ അണ്ടികളൊക്കെ വിടും. അപ്പൊ ഇനി ഇത് പെട്ടെന്ന് ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് ഉപ്പിടണം. പൊടിയുപ്പ് ആവശ്യത്തിന് അല്ലേ? അപ്പൊ നിങ്ങൾ ഏകദേശം ഇതുവരെയുള്ളത് കണ്ടല്ലോ. ഇനി അടുത്ത പ്രോസസ്സ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കിച്ചണിലുള്ള എല്ലാ ഉമ്മമാർക്കും, എല്ലാ താത്തമാർക്കും, എല്ലാ ചേച്ചിമാർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കാൻ അറിയാത്ത നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നോക്കി പഠിക്കാട്ടാ. അപ്പൊ അടുത്ത പരിപാടി അറിയോ? പിന്നെ നമ്മുടേതായ സ്റ്റൈലല്ലേ, പറഞ്ഞോ. അറിയാത്തതാരാ? നമ്മളിതില് ഇഞ്ചി, വെളുത്തുള്ളി, മറ്റേ കാന്താരി മുളകില്ല, ചൂണിമുളക് എന്ന് പറയില്ലേ, അങ്ങനത്തെ കാന്താരി മുളകാണ്. സാധാ പച്ചമുളകല്ല. ഇതില് കുരുമുളക്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ചൂരിമുളക്, ചൂനിന്നല്ലേ പറയാ, ചീനിമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടിച്ചതച്ചാണ്. കുറച്ചെണ്ണ ഉള്ളു. അപ്പൊ അത് കൂട്ടിച്ചതച്ചാണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. നല്ല പോലെ മസാല അയച്ചു കഴിഞ്ഞാല് ആ ഒരു പച്ച ഒരു ഇതിന്റെ ഒരു മണം വരുന്നുണ്ട്. ഇതില് നമ്മളാ കാന്താരി മുളകൊക്കെ ഇട്ടില്ലേ, അത് ഇട്ടതിന്റെ ഒക്കെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഓ, ഇതിന് പേര് നമുക്ക് വേണമെങ്കിൽ കാന്താരി ചിക്കൻ എന്നൊക്കെ ആയിരുന്നു. കാന്താരി മുളക് ചിക്കൻ. നമ്മുടെ ഇവിടെ കാന്താരി മുളകുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതെ, നമ്മുടെ വീട്ടില് കൊറേ ചെടികളിൽ നിന്ന് ഒരു ലോഡ് കാന്താരി മുളക് കിട്ടി. ലോഡൊന്നുമില്ല, ഇനി അതും പറഞ്ഞു. ഒരു ലോഡ് ഇല്ലാന്ന്. ശരി, 4-5 ചെടിയിൽ നമുക്ക് അത്ര കിട്ടിയിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇവര് സൊർക്കയിലിട്ടിട്ട്, മുളക് സൊർക്കയിലിട്ടിട്ട് എല്ലാം കഴിക്കാൻ കൊടുക്കുമ്പോ ഇട്ടത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, തൊട്ട് നോക്കണില്ല. അപ്പൊ നമ്മൾ എന്ത് കാട്ടി, ഇപ്പൊ കറിക്കും ചമ്മന്തിക്കും തേങ്ങ ചമ്മന്തിക്കും എല്ലാത്തിനും നമ്മൾ അരച്ചിടുകയാണ്. അപ്പൊ എല്ലാരും വയറ്റി ചെല്ലുമല്ലോ. അല്ലാണ്ട് ഒരെണ്ണം കഴിക്കണില്ല. അപ്പൊ ഇതിന്ന് കുറച്ചെടുത്തിട്ടാണ് ഇപ്പൊ നമ്മള് ചിക്കൻ കറിക്ക് അരച്ചത്. ഇവിടെ നമ്മുടെ ചെടിയിൽ പൊട്ടിച്ചതാ.
അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ അൽഫാമൊക്കെ കഴിക്കുമ്പോൾ അതിൽ ചോദിക്കും, അതിലൊരു ഓപ്ഷൻ ഉണ്ട് മെനുവിൽ, കാന്താരി മുളകിൻ്റെ ഇത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ. അപ്പൊ നോർമലി ഉമ്മ ഇപ്പോൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അടക്കം ഇതാ ഇടുന്നേ. അതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല എരിവൊക്കെ ആയിട്ട് ഇതും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കാം. നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ 2 തക്കാളി, ചെറിയ തക്കാളിയാണ്. തക്കാളി 2 എണ്ണം ഇടുന്നുണ്ട്, പോരാ, തക്കാളി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ 2 തക്കാളി ഇട്ടു നമ്മൾ. നാടൻ തക്കാളിയാ? പോരാ തക്കാളി. അതുപോലെ അല്ലേ? എന്തായാലും നാളെ വാങ്ങാൻ പോവല്ലേ എന്ന് വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്തൊക്കെ മസാല ഉണ്ട് ഇതില്? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. ഈ 3 എണ്ണം നമ്മള് ഇതിലിട്ടു അല്ലേ, ആവശ്യത്തിന്. ഇപ്പൊ നമ്മുടെ മസാല കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയപ്പോ നല്ലൊരു കുഴമ്പായില്ലേ അമ്മ? അപ്പൊ നമ്മൾ അവസാനമായിട്ട് ഇട്ടത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ എന്താ മുളക് പൊടി ഉണ്ടായില്, മുളക് പൊടി. ഇത് ഈ 4 ഐറ്റമാണ് നമ്മൾ ഇട്ടത് കേട്ടോ. അതിട്ട് ആ കാന്താരി മുളകിന്റെ ആ അരച്ച ഇഞ്ചി, കാന്താരി മുളക്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, അതും കൂടി ഇട്ട് ഇതെല്ലാം കൂടി ആയപ്പോ ഇപ്പൊ തന്നെ ചിക്കൻ ഇടാണ്ട് തന്നെ മണം വന്നു കേട്ടാ. അപ്പൊ സംഭവം റെഡിയായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്തുകൊണ്ടില്ലേ, കറുത്ത കളർ വന്നില്ലേ. അപ്പൊ എണ്ണ തെളിയുന്നുണ്ട, എണ്ണ തെളിയണല്ലേ? എണ്ണ തെളിയുന്നുണ്ട. അപ്പൊ ഇനി നമ്മള് ചിക്കനൊക്കെ ഇടാം. ഇതിന് പണം കേട്ടിട്ടാണ് പപ്പു കൊണ്ടുപോകാൻ വന്ന് നോക്കുക. മറ്റേ വെക്കണം. ഇവിടെ ഒരാള് കണ്ട അപ്പൊ ഇങ്ങനെ ചോദിക്ക, എനിക്ക് കൊണ്ടാ എന്താ നല്ല മണം ഉണ്ടല്ലോ, എന്താ നിങ്ങൾ ഉണ്ടാക്കണ്, എനിക്കെന്താ തരാത്തത് എന്ന് പറഞ്ഞിട്ട് വന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ ആയിട്ടില്ല, ആവുമ്പോ തരാട്ടാ. ഉണ്ടാ ആയിട്ട് തരാ. അപ്പു ഇവിടെ നോക്ക്. അപ്പൊ ആയിട്ട് തരാ. എന്തമ്മ? വെള്ളം ഒഴിക്കണം. മസാല ഉമ്മ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കഴിഞ്ഞു. കണ്ടില്ലേ, എല്ലാ ഇറച്ചിയിലും മിക്സ് ആയി കഴിഞ്ഞു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ വെന്താൽ സാധനം റെഡിയായി തോന്നുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇതിൽ മിക്സിങ് കൂടി ചെയ്യാട്ടാ. ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ മസാലയിൽ കിടന്ന് വേവണം ചിക്കൻ. വെള്ളം ഒഴിക്കാൻ പാടില്ല പറഞ്ഞു തന്നാല്, എന്നാലും വേഗം പൊറോട്ടയ്ക്ക് ചാറ് വേണമല്ലോ. അപ്പൊ ചാറ് വേണം, അതുകൊണ്ട് ഉമ്മ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി. എത്ര മിനിറ്റ് ഒക്കെ മൂടി വെക്കണം അമ്മ? 2-3 വിസിൽ വന്നാൽ ഇറക്കാം. നമ്മുടെ വിസിലൊക്കെ 2 എണ്ണം വന്നാൽ എപ്പോഴത്തേനാവും. 2 വിസിലിട്ടിച്ച് കഴിഞ്ഞാൽ സാധനം അങ്ങോട്ട് പഞ്ഞി പോലെ വെന്ത് അങ്ങോട്ട് കിടക്കും മസാലയില്. ഇപ്പൊ അതിന്റെ പൊറോട്ട. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാല് ചിക്കൻ അല്ല ഇതില് മെയിൻ, ഇതിന്റെ മസാലയാണ് മെയിൻ. ചിക്കന് എല്ലാ നാട്ടിലും ഒന്ന് തന്നെയാണല്ലോ, പക്ഷെ എല്ലാരും ഉണ്ടാക്കുന്ന മസാലയാണ് ഡിഫറെന്റ്. ഇപ്പോ ചിക്കൻ കറിയിൽ തന്നെ അല്ലേ, ദുബായിലൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലി, പുതിന, വേപ്പില 3 കൂടി മിക്സ് ആക്കിയിട്ട് മേലിട്ട് കൊടുക്കാം. ഇതിനൊരു സൗണ്ട് വരുന്നുണ്ട് കേട്ടാ. നിങ്ങൾ എത്ര പേർക്ക് കേൾക്കാൻ പറ്റുന്ന അറിയില്ല. സൗണ്ട് കേൾക്കുന്നുണ്ട്, ബ്ലബക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം ആയിട്ടൊന്നുമില്ല, വെന്തിട്ടില്ല.
അരച്ചേക്കാൻ പോവാണ്. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. കുഴപ്പമില്ല, തക്കാളി കുറവാ, കാരണം ഒരു തരി തൈര് വയ്ക്കാം. തൈര് അല്ലേ? ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ വീഡിയോ? നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടാ, കുക്കിംഗ് വീഡിയോ ഒക്കെ. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കാറ്? ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. ഇതേപോലെയാണ് അല്ലെങ്കിൽ ഇതിന് വേറെ മോഡലാണെന്നൊക്കെ പറയണേ. തൈര്, ഒരു തൈര് പുളി രസം, തക്കാളി കുറവല്ലേ, അപ്പോൾ നമ്മൾ ഒരു തരി തൈര് കൂടി വെച്ചിട്ടുണ്ട്. അതെ, ഇങ്ങനെയൊക്കെ ചെയ്യാട്ടാ. തക്കാളി കുറവാന്നുണ്ടെങ്കിൽ പുളിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ആക്കി തന്നെ. നല്ല പുളിയുള്ള തൈരാ. ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഓക്കെ, അടച്ചു വെക്കണ്ടേ. കഴിഞ്ഞു. ഇനി വേഗട്ടെ. എന്താ ഒരു ചിക്കൻ മസാല, കറി മസാല ഇട്ടിട്ട് വറക്കാം. അങ്ങനെ 3 വിസില് അടിച്ചു കഴിഞ്ഞുട്ടാ. ഞാൻ ചിക്കൻ വെന്തിട്ടുണ്ടല്ലോ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കുക്കറിൽ നിന്ന് വിസിൽ വന്നതിന് ശേഷം. അപ്പൊ നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം എന്താ അവസ്ഥ. തുറക്കല്ലേ? വിസിലൊക്കെ പോയിട്ടുണ്ട്. നോക്കിയ പപ്പു എന്താ ഇവിടെ ഒരാളെ കണ്ട കാട്ടുന്ന്. കാറ്റൊക്കെ വന്ന് അതിലിങ്ങനെ കുളിച്ച് കിടക്കണ്ട കേട്ടാ. അങ്ങനെ ചിക്കന് കണ്ടില്ലേ, കാലൊക്കെ കണ്ടില്ലേ കിടക്കണ കിടത്തോ. അപ്പൊ നോക്ക് കൊണ്ടാന്ന് അപ്പുന് കുക്കർ തുറന്നാ അറിയാ കാട്ടുന്ന് പറഞ്ഞിട്ട് വരും. പൊറാട്ടക്കല്ലേ ചാറ് വേണം. ചാറ് വേണം. നല്ല ഉഷാറായില്ലേ? അടിപൊളിയായില്ലേ? ആ കാലെടുത്തിട്ടൊന്ന് പൊക്കി കാണിച്ചു കൊടുത്ത നമ്മുടെ പ്രേക്ഷകർക്ക്. കണ്ടില്ലേ കോഴിക്കാല് കേട്ടാ. അപ്പൊ ഇതാണ് ചിക്കൻ റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, നമ്മളെ പൊറാട്ടയ്ക്ക് കറി വേണല്ലോ, ചാറ് വേണല്ലോ. അപ്പൊ പൊറാട്ടയ്ക്ക് ഇത്തിരി ചാറ് വേണം. അപ്പൊ ഇത്തിരി ചാറ് പോലെ വെച്ചതമ്മ. അതെ മതി. അത് അടിയിന്ന് വന്ന് ചാറ് ഉണ്ടാവില്ല. അത് കറക്റ്റ് ആണ് പൊറാട്ടയ്ക്ക്. കറക്റ്റ് ആണ്. നമ്മൾ തെളിവെള്ളം എടുത്ത കാരണം കറി വേണം. ഓക്കെ, എന്നാ പിന്നെ പരിപാടി നിർത്താല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ ചിക്കൻ ചെറിയ റോസ്റ്റ്, ചെറിയ കറി എന്ന് പറയാം. കാരണം നല്ല കട്ടിയുള്ള ഗ്രേവിയാണ്. അത് തുറന്നിട്ട് നല്ല മണം വരുന്നുണ്ട്. കുട്ടികളെ പോലെ എന്റെ ബാക്കില് കുട്ടികള് വന്നിട്ട് ചോദിക്കുന്ന പോലെ കാട്ടുന്ന് പോലെ. ഇതെന്തെങ്കിലൊക്കെ ഇങ്ങനെ ആവുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. ഇപ്പൊക്കെ നല്ല സ്നേഹ. വയറ് നിറഞ്ഞ വിളിച്ചാ പോലും തിരിഞ്ഞു നോക്കില്ല. അങ്ങനത്തെ സാധനം ഇവൾക്ക് ഇപ്പൊക്കെ കൊണ്ടാവാനിട്ട് എങ്ങനെ വേണമെങ്കിൽ നമ്മളെ സ്നേഹിക്കും. എന്റെ പപ്പു മണം വന്നിട്ട് സഹിക്കാൻ പറ്റില്ല. തായോ തായോ തായോ. ഉടായ്പില് നമ്പർ 1 ഉടായ്പാണ് പപ്പു. ഏറെക്കുറെ ആ കുട്ടി വന്നിട്ടില്ലല്ലോ. ഏറെക്കുറെ ഷമീർ പോയിട്ട് വന്നിട്ടില്ല, ജിമ്മിന് പോയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കറി വിശേഷങ്ങള്. പിന്നെന്താ, ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയാലോ അമ്മ? പാത്രത്തിലോട്ട് മാറ്റിയാലോ? അതൊന്ന് കാണാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പൊ വീഡിയോ കാണുന്നവര് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇതേപോലെ തന്നെയാണോ നിങ്ങൾ വെക്കാറ് എന്നൊക്കെ പറയാ. ഷമീർ വരുമ്പോ നമുക്ക് കുറച്ച് പൊറാട്ട വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് പിന്നെ ചിക്കൻ കറി നമ്മൾ വെച്ചത്. അപ്പൊ ഇന്ന് പൊറാട്ടയും ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മൾ ചിക്കൻ അതിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് തൽക്കാലം എടുക്കാം. അപ്പോൾ അതിലോട്ട് മാറ്റട്ടെ. എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.